ഉണ്ണി ബാലകൃഷ്ണൻ, ഇപ്പോൾ ബില്ല് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ബില്ല് പാസ്സാക്കപ്പെടുമെന്നത് ഉറപ്പാണ്. 293 അംഗങ്ങൾ ഇപ്പോൾ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ സഭയിലുണ്ട്. മറുപക്ഷത്താവട്ടെ 241 അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ 235 പേർ ഇന്ത്യ മുന്നണിയുടെയും AMMന്റെയും YSRCPയുടെയും ആസാദ് സമാജ് പാർട്ടിയുടെയും ബാക്കി അംഗങ്ങൾ കൂടി ചേരുന്നതാണ് 241. ചുരുങ്ങിയത് 52 വോട്ടുകൾക്ക് അത് പരാജയപ്പെടും. പക്ഷേ ആ ബില്ലിൻ്റെ ഇന്നത്തെ ചർച്ച നമ്മളിൽ വ്യക്തമാക്കുന്നത് ആ ബില്ലിൻ്റെ ഘടന, അതിൻ്റെ പ്രധാനപ്പെട്ട ഭേദഗതി ചെയ്തിരിക്കുന്ന ഭാഗങ്ങൾ 95-ലെയും 2013-ലെയും ഭേദഗതികളുണ്ട്. 95-ലെ ആക്ടാണ്, 2013-ൽ ഭേദഗതി വന്നു. ഈ ആക്ട് ഈ ബിൽ ആക്റ്റായി മാറുമ്പോൾ അതൊരു ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണോ മുന്നോട്ട് വയ്ക്കുന്നത്? നിശ്ചയമായും ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന്, കേരളവുമായി ബന്ധപ്പെട്ട അതിനൊരു രാഷ്ട്രീയമുണ്ട്, മറ്റത് ഒരു ദേശീയ രാഷ്ട്രീയവുമുണ്ട്. ആദ്യം നമുക്ക് കേരളത്തിലെ രാഷ്ട്രീയം ഒന്ന് പരിശോധിക്കാം. ഇന്നിപ്പോൾ ശശി തരൂരിൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണ്? ഈ സംസ്ഥാനത്ത് 18% ക്രിസ്ത്യാനികളാണുള്ളത്. ആ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ട് വാങ്ങി വിജയിച്ച ഇടതുപക്ഷ എംപിമാർക്കും അതുപോലെ തന്നെ കോൺഗ്രസ് എംപിമാർക്കും ഈ വഖഫ് ബില്ലിനെ എതിർക്കേണ്ട ധാർമ്മികമായ ബാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഈ പറയുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കെ സുരേന്ദ്രൻ ഇപ്പോൾ ഒരു മുതലക്കണ്ണീർ ഒഴുക്കുന്നത്? എന്തുകൊണ്ടാണ്? അതിന് പിന്നൊരു കൃത്യമായ രാഷ്ട്രീയമുണ്ട്. കാരണം കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ക്രിസ്ത്യൻ സമുദായത്തെ ഒരു പൊട്ടൻഷ്യൽ അലിയായിട്ട് കാണുന്നു, ഒരു സഖ്യകക്ഷിയായിട്ട് കാണുന്നു. അപ്പം അവർക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളായിട്ട് സ്വയം പോസ്റ്റർ ചെയ്യാനാണ് സുരേന്ദ്രനും BJPയും ഇപ്പോൾ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത്. അങ്ങനെ കേരളത്തിലെ ക്രിസ്ത്യാനികളെയും രാജ്യത്തെ ക്രിസ്ത്യാനികളെയും ഓർത്ത് മുതലക്കണ്ണീരൊഴുക്കുന്ന BJP നേതാക്കളും ആ മുതലക്കണ്ണീരിൽ ചഞ്ചലപ്പെടുന്ന ചില വിശ്വാസികളും അറിയാൻ വേണ്ടി ഞാൻ എൻ്റെ ഒരു ഓർമ്മ പങ്കുവയ്ക്കാം. 1999 നവംബറിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിച്ചു. അന്ന് ഞാൻ ഡൽഹിയിൽ റിപ്പോർട്ടറാണ്. അന്ന് വാജ്പേയി ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അന്ന് ലോക്സഭയിൽ വലിയൊരു ചർച്ച നടന്നു. എന്താ സംഭവം എന്നറിയാമോ? നമുക്കറിയാലോ, 1999 ജനുവരി 23 ഇന്ത്യ ഞെട്ടിയ ഒരു സംഭവത്തിൻ്റെ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് ആ പ്രഭാതം പൊട്ടിവിട്ടിരുന്നത്. എന്താ സംഭവം? 1999 ജനുവരി 23-ാം തീയതിയാണ് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന പാതിരിയെ ഒഡീഷയിൽ പച്ചയ്ക്ക് കത്തിച്ചു കൊന്നത്. അദ്ദേഹത്തെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ 2 മക്കളെയും കൂടി ബജറംഗ ദളിൻ്റെ പ്രവർത്തകർ കൺവേർഷൻ നടത്തുന്നയാളാണ് ഇയാൾ എന്ന് പറഞ്ഞുകൊണ്ട് കത്തിച്ചു കൊന്നു, ജീവനോടെ കത്തിച്ചു കൊന്നു. 1999 ആരംഭിക്കുന്നത് തന്നെ ക്രിസ്തീയ പള്ളികൾക്കും ക്രിസ്തുമത വിശ്വാസികൾക്കും എതിരായിട്ട് ശക്തമായ ആക്രമണങ്ങൾ പല സ്ഥലങ്ങളിൽ വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകർ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അന്ന് വാജ്പേയി സർക്കാരിന് വലിയ തലവേദനയായിരുന്നു. വാജ്പേയി ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 1999 ഡാംഗ് ജില്ലയിൽ വലിയ കലാപം, ഈ പറയുന്ന ഗുജറാത്തിലെ ഡാംഗ് ജില്ലയിൽ ക്രിസ്ത്യൻ പള്ളികൾ ആക്രമിച്ച ഒരു വലിയ സംഭവം ഉണ്ടായി. ആ സമയത്ത് വാജ്പേയി തന്നെ നേരിട്ട് ആ സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. അദ്ദേഹത്തോടൊപ്പം മാധ്യമ സംഘത്തിൽ സഞ്ചരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ളതാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് രാജ്യത്ത് ഈ കൺവേർഷനെതിരായിട്ട് ഗർവാപ്പസി എന്ന് പറയുന്ന മുദ്രാവാക്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ, റീകൺവെർസേഷൻ, ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് റീകൺവെർസേഷൻ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യ സന്ദർശിക്കാൻ വരുന്നത്. ആ മാർപ്പാപ്പയുടെ സന്ദർശനം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിശ്വ ഹിന്ദു പരിഷത്ത് അതിശക്തമായ പ്രക്ഷോഭം ഉണ്ടാക്കി. ഭരിക്കുന്നതാരാണ്? വാജ്പേയി ആണ്. ഭരിക്കുന്നതാരാണ്? BJP ആണ്. ആ സമയത്താണ് സംഘപരിവാറിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാമൻ ഇന്ത്യയിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭം ആരംഭിച്ചു. കാര്യം എന്താണ്? ഇവിടെ ഈ കൺവേർഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ നേതാവാണ് ജോൺ പോൾ രണ്ടാമനെന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ഇന്ത്യയിൽ വരാൻ പാടില്ല എന്നും ആവശ്യപ്പെട്ട സംഘപരിവാർ സംഘടനയാണ് വിശ്വ ഹിന്ദു പരിഷത്ത്. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാവോ? ഇതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളുണ്ടായിട്ട് നമുക്കറിയാമല്ലോ, ഡൽഹിയിലെ ഏറ്റവും സെക്യൂരിറ്റിയുള്ള ഏരിയയാണ് ഈ സൗത്ത് ബ്ലോക്കും നോർത്ത് ബ്ലോക്കും എന്ന് പറയുന്നത്. അതിൽ നോർത്ത് ബ്ലോക്കാണ് ആഭ്യന്തര മന്ത്രാലയം. അന്ന് LK അദ്വാനിയാണ് ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത്. ആ LK അദ്വാനി ആഭ്യന്തരമന്ത്രി ആയിരിക്കെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാമൻ്റെ എഫിജി കോലം കത്തിച്ചു. ആര് കത്തിച്ചു? വിശ്വ ഹിന്ദു പരിഷത്ത്. ഏറ്റവും സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലത്ത് ഈ പറഞ്ഞ ഒരു കോലം കൊണ്ടുവന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് കത്തിച്ചു. ആ സമയത്ത് പാർലമെൻറ്റ് നടക്കുകയാണ്. പാർലമെൻറ്റിൽ പ്രിയരഞ്ജൻ ദാസ് മുഷി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നോക്കൂ, ആഭ്യന്തരമന്ത്രിയായ LK അദ്വാനിയുടെ മൂക്കിന് താഴെ കൊണ്ടുവന്ന് ഏറ്റവും സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലത്ത് ഒരു കോലം മാർപ്പാപ്പയുടേത് കത്തിക്കുമ്പോൾ എന്ത് സെക്യൂരിറ്റിയാണ് ഇന്ത്യയിലുള്ളത്? അങ്ങനെയാണ് എങ്കിൽ ജോൺ പോൾ മാർപ്പാപ്പ എങ്ങനെ, എന്ത് വിശ്വാസത്തിൽ, എന്ത് സുരക്ഷയിൽ ഇന്ത്യയിൽ സഞ്ചരിക്കും, ഇന്ത്യയിൽ വരും? അതുകൊണ്ട് LK അദ്വാനി ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്ന് പറഞ്ഞു. ഈ പ്രശ്നം ഉന്നയിച്ചത് കോൺഗ്രസ് ആണേ അവിടെ. അന്ന് ആ പ്രശ്നത്തിൻ്റെ തുടർച്ചയായി ചർച്ചയിൽ പങ്കെടുത്ത ആളുകളുടെ പേര് ഞാൻ പറയാം. ഒന്ന്, രമേശ് ചെന്നിത്തല. 2, ഫ്രാൻസിസ് ജോർജ്. ഇപ്പോൾ ഈ പറയുന്ന വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങൾ അവതരിപ്പിക്കുന്ന ഫ്രാൻസിസ് ജോർജ് അന്ന് ലോക്സഭയിൽ വെച്ച് ഗദ്ഗത കണ്ടനായി ചോദിച്ചു, ഞങ്ങളുടെ ഈ പറയുന്ന മേധാവി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് എന്ത് സുരക്ഷയാണുള്ളത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഈ പറയുന്ന 193 നോട്ടീസ് കൊടുത്തുകൊണ്ട് ഫ്രാൻസിസ് ജോർജ്, PC തോമസ്,
NN കൃഷ്ണദാസ് അന്ന് MP ആണ്, അതേപോലെ തന്നെ സുരേഷ് കുറുപ്പ് അന്ന് MP ആണ്, VM സുധീരൻ അന്ന് MP ആണ്. കേരളത്തിൽ നിന്നുള്ള MP-മാരാണ് എഴുന്നേറ്റ് നിന്ന് ശക്തമായി ഈ പ്രശ്നം ഉന്നയിച്ച. അന്ന് LK അദ്വാനി പറഞ്ഞത് എന്താണെന്നറിയാവോ? മറുപടി പറഞ്ഞത് അദ്ദേഹം ഇങ്ങോട്ട് വരുന്നത് മതമേധാവി എന്നുള്ള നിലയ്ക്കല്ല, ഒരു സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്നുള്ള നിലയ്ക്കാണ് എന്നാണ് പറഞ്ഞത്. ആ മറുപടി കേരളത്തിലുള്ള MP-മാർക്കുള്ള മറുപടിയല്ല, വിശ്വ ഹിന്ദു പരിഷത്തിനുള്ള മറുപടിയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നിപ്പോൾ ക്രിസ്ത്യൻസിന് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കുന്ന BJP-യുടെ നേതാക്കൾ ഈ ചരിത്രം മറന്നു പോകരുത്, അത് ക്രിസ്ത്യാനികൾ മറന്നു പോകരുത്. കാരണം എന്താ വെച്ചാൽ 1999 ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കൊലപാതകം മുതൽ ഇങ്ങോട്ട് എടുത്തു നോക്കിക്കേ, ഈ രാജ്യത്ത് എത്ര ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, എത്ര ക്രിസ്ത്യൻ ചർച്ചുകൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. കന്ധമാൽ നമുക്ക് മറക്കാൻ കഴിയുമോ? കന്ധമാലിൽ എത്ര വലിയ കലാപമാണ്, എത്ര ചർച്ചുകൾ നശിപ്പിക്കപ്പെട്ടു, എത്ര ക്രിസ്ത്യൻ വിശ്വാസികൾ കൊല്ലപ്പെട്ടു. അത് കന്ധമാലിൽ മാത്രം ഒതുങ്ങിയൊന്നുമില്ലല്ലോ, ജാർഖണ്ഡിൽ അത് സംഭവിച്ചില്ലേ, ഛത്തീസ്ഗഡിൽ സംഭവിച്ചില്ലേ, മധ്യപ്രദേശിൽ സംഭവിച്ചില്ലേ, അതെ, അത് ഏറ്റവും ഒടുവിൽ മണിപ്പൂരിൽ സംഭവിച്ചില്ലേ. എത്ര പ്രാവശ്യം ബിഷപ്പുമാരുടെ പ്രതിനിധികൾ, ഈ പറയുന്ന CBCIയുടെയും KCBCയുടെയും ഒക്കെ പ്രതിനിധികൾ ദ്രൗപദി മുർമു അടക്കമുള്ള രാഷ്ട്രപതിമാരെ കണ്ടിട്ടുണ്ട്, എന്നിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്, ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളുടെ അവസ്ഥ വളരെ മോശമാണ്, ഞങ്ങളുടെ പള്ളികൾ ആക്രമിക്കപ്പെടുന്നു, ഞങ്ങളുടെ വിശ്വാസികളും അനുയായികളും ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് എത്ര നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക് നല്ല ധാരണയുണ്ട്, ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അവരുടെ രക്ഷകർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ കേരളത്തിലെ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു തന്ത്രം മാത്രമാണ്, അതൊരു രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. ആ രാഷ്ട്രീയ തന്ത്രവും അവരൊക്കെ അവരാരും വിശ്വസിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല, അവർക്ക് ബോധ്യപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം പറയാനുണ്ട്. ഇതാണ് കേരളത്തിലെ ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയം. ഇനി വലിയൊരു രാഷ്ട്രീയം വഖഫ് ബില്ലുമായിട്ടുണ്ട്. അതെന്താണെന്നറിയാവോ? 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർത്തു ആണല്ലോ. ആ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് വേണ്ടിയിട്ടൊരു വലിയ രഥയാത്ര ഇന്ത്യയിൽ നടന്നു അല്ലേ? 1990 സെപ്റ്റംബർ 25 സോമനാഥ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന രഥയാത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപയാത്രയായിരുന്നില്ലേ? എത്ര ആയിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടു അല്ലേ? അങ്ങനെ ഒരു വലിയ രഥയാത്ര നടത്തി 92 ഡിസംബറിൽ അവിടെ വെച്ചിട്ട് ബാബറി മസ്ജിദ് തകർത്തു. ഇനിയിപ്പോൾ അത്തരത്തിലുള്ള രഥയാത്രകളുടെ ആവശ്യമില്ല, ഈ അത്തരത്തിലുള്ള കലാപങ്ങളുടെ ആവശ്യമില്ല, അങ്ങനെ തകർക്കേണ്ട ആവശ്യമില്ല. ലീഗലി ഇത് പിടിച്ചെടുക്കാൻ കഴിയുന്ന രീതിയിലേക്ക് രാജ്യത്തെ നിയമത്തെ മാറ്റുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത്. അതൊരു ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നമാണ്. കാരണം എന്നറിയാവോ? ഈ വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. ആ വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞ ക്ലോസാണ് എടുത്ത് കളഞ്ഞിരിക്കുന്നത്. എന്താണ് വഖഫ് ബൈ യൂസർ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കാലാകാലങ്ങളായി വെച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി വഖഫായി അംഗീകരിക്കുന്ന ഒരു രീതി വഖഫ് ബില്ലിലുണ്ട്, 95 വഖഫ് ബില്ലിലുണ്ട്. ആ വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് എടുത്ത് കളയുമ്പോൾ എന്താ പ്രശ്നമെന്നറിയാമോ? പല ഷ്രൈൻസിനോടും, അതായത് ഇപ്പം അജ്മീർ ദർഗയ്ക്ക് മേലെ ക്ലെയിം ഇല്ലേ? അവിടെ ശിവലിംഗം കണ്ടു എന്ന് പറഞ്ഞിട്ട് ആ ക്ലെയിം അവിടെ നിൽക്കുകയാണ്. സമ്പൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് എന്താ? സമ്പലിലെ ആളുകൾ എത്ര പേര് മരിച്ചു? സമ്പലിൻ്റെ തൊട്ട് അകത്ത് ശിവലിംഗം കണ്ടു എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് ഉടനെ തന്നെ ഒരു കോടതി ഉത്തരവിടുക, പോയി അന്വേഷിച്ചോളാൻ. അടുത്ത നിമിഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പോയിട്ട് അത് കണ്ടെത്തിയെന്ന് റിപ്പോർട്ട് കൊടുക്കുക. ഈ രീതിയിൽ പല ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടീസും ഉണ്ട്. ഈ ഡിസ്പ്യൂട്ടഡ് പ്രോപ്പർട്ടീസിൻ്റെ പ്രശ്നം എന്താ അറിയോ? 500 വർഷം മുമ്പ് എവിടെയാണ് ആധാരം? എന്ത് ഡോക്യുമെൻ്റ് ഉണ്ട്? ഒരു ഡോക്യുമെൻറ്റേഷനും ഇല്ലാത്ത കാലത്ത് ഓറലി നിങ്ങൾ ഇത് വഖഫ് പ്രോപ്പർട്ടി ആണെന്ന് കൊണ്ട് കൊടുക്കുന്നു. ആ വഖഫ് പ്രോപ്പർട്ടിയിൽ അവിടെ പള്ളികൾ ഉണ്ടാകുന്നുണ്ട്, അവിടെ ഗ്രേവ് യാർഡ്സ് ഉണ്ടാകുന്നുണ്ട്, ഈ പറയുന്ന ശവപ്പറമ്പുകൾ ഉണ്ടാകുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ യത്തീംഖാനകൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടാകുന്നുണ്ട്. ഇതിനൊന്നും തന്നെ പ്രോപ്പറായ ഡോക്യുമെൻറ്റേഷൻ ഇല്ല. അപ്പോഴും നമ്മൾ എന്താ പറയുക? അത് കാലാകാലങ്ങളായി ആ വിഭാഗങ്ങൾ വെച്ച് അനുഭവിച്ചു വരുന്ന ഒന്നാകയാൽ അത് അവരുടെ സ്വത്താണ് എന്ന് കണക്കാക്കപ്പെടുന്നു. ആ അർത്ഥത്തിൽ വഖഫ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ലക്ഷക്കണക്കിന് സൈറ്റുകളുണ്ടെന്നേ, ലക്ഷക്കണക്കിന്, 100 അല്ല, 200 അല്ല, 1000 അല്ല, 10,000 അല്ല, ലക്ഷക്കണക്കിന് സൈറ്റുകളുണ്ട്. ഇപ്പം എന്താ പ്രശ്നം വരിക? ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ഒരു പ്രോപ്പർ ഡീഡും കാണിക്കാനുണ്ടാവില്ല, പ്രോപ്പറായ ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവില്ല, അതിൻ്റെ മേളിൽ ഒരു ക്ലെയിമും ഡിസ്പ്യൂട്ടും വരും. എങ്ങനെയാണ് അത് പരിഹരിക്കാൻ പോകുന്നത്? അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വലിയ ലക്ഷ്യമുണ്ട്. അതായത് ഇനിയിപ്പോൾ ഒരു തരത്തിലുള്ള കലാപങ്ങളും ആവശ്യമില്ലാതെ നിയമത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് നിയമപരമായി ഇതിനെയൊക്കെ എങ്ങനെ പിടിച്ചെടുക്കാം എന്ന തരത്തിലുള്ളൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ വഖഫ് ബില്ലിൻ്റെ ഏറ്റവും അപകടകരമായ പ്രൊവിഷൻ വഖഫ് ബൈ യൂസർ എന്നുള്ള എടുത്തു കളയുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഡിസ്ട്രിക്ട് കളക്ടറിനെ ഇതിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. എത്ര നിയമപരമായിട്ടാണെന്ന് നോക്കൂ. ഇനിയിപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടറാണ് ഇതിനകത്ത് അധികാരി എന്ന് പറയുന്നത്. ആരാണ് ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്ന ആൾ? അയാൾ റവന്യൂ റെക്കോർഡ്സിൻ്റെ കസ്റ്റോഡിയനാണ്. ഒരു ജില്ലയിലെ റവന്യൂ റെക്കോർഡ്സിൻ്റെ കസ്റ്റോഡിയനാണ് ഈ പറയുന്ന ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്നത്. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ ഈ ഡിസ്ട്രിക്ട് കളക്ടർ ആരോടൊപ്പം നിൽക്കും? ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കുമോ, അതോ ഈ പറയുന്ന വഖഫിനോടൊപ്പം നിൽക്കുമോ, അല്ലെങ്കിൽ ആ ക്ലെയിം വെക്കുന്ന ആളുകളോടൊപ്പം നിൽക്കുമോ? നിൽക്കാൻ പറ്റില്ല.
നിഷ്പക്ഷത എന്നൊരു പ്രശ്നം ഇതിനകത്ത് നിന്ന് പോകും. സോ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് ഈ വഖഫ് പ്രോപ്പർട്ടിയുടെ മുകളിൽ വളരെ ശക്തമായി പിടിമുറുക്കാൻ പോകുന്നു. ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായാൽ നാളെ ഈ പറയുന്ന 100 വർഷം പഴക്കമുള്ളതോ 200 വർഷം പഴക്കമുള്ളതോ 300 വർഷം പഴക്കമുള്ളതോ ഒക്കെ ആയിട്ടുള്ള പള്ളികളെയൊക്കെ വളരെ നിസ്സാരമായി യാതൊരു പ്രോപ്പറായിട്ടുള്ള ഡീഡുമില്ല, യാതൊരു തരത്തിലുള്ള ഡോക്യുമെൻറ്റേഷനുമില്ല, ഒരു ക്ലെയിം വെച്ചുകൊണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ ഡിസ്പ്യൂട്ട് ഒരു ഡിസ്ട്രിക്ട് കളക്ടറുടെ അധികാര പരിധിയിലേക്ക് വരികയും അയാൾ റവന്യൂ റെക്കോർഡ്സ് നോക്കിക്കൊണ്ട് ദർ ഈസ് നോ പ്രോപ്പർ ഡീഡ് എന്ന് പറഞ്ഞൊരു പിന്നെ ഒരു ഡിക്ലറേഷൻ നടത്തുകയും കൂടി ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്കത് സുഖമായിട്ട് ഇങ്ങേറ്റെടുക്കാം. ഒരു കലാപത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെയാണ് പ്രശ്നം. ഞാൻ ഇതിനകത്ത് ഈ മുസ്ലിം അംഗങ്ങളെ കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ഇതിനകത്ത് ഇപ്പോൾ ഈ ഡീഡ് അവതരിപ്പിച്ചിരിക്കുന്നത് തന്നെ മുസ്ലിം സമുദായത്തിന് നന്മയ്ക്ക് വേണ്ടിയിട്ടാണല്ലോ അല്ലേ? ആ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും പറയുന്ന ഒരു ആർഗ്യുമെൻ്റ് എന്താണ്? സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ്. എന്താണ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞത്? പ്രതിവർഷം 1000 കോടി രൂപയുടെ വരുമാനം ഉണ്ടാക്കാവുന്ന വലിയൊരു സ്വത്തിൽ നിന്ന് കേവലം 160 കോടി രൂപ 163 കോടി രൂപയാണ് വാർഷിക വരുമാനം ഉണ്ടാക്കുന്നത്. ദാറ്റ് ഷുഡ് ബി സ്ക്രൂട്ടനൈസ് എന്നല്ലേ പറഞ്ഞത്? അത് സ്ക്രൂട്ടനൈസ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. നോക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ നോക്കണം. അതിനകത്തൊന്നും ഒരു തർക്കവുമില്ല. പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ പറയുന്നുള്ളൂ. ആയിക്കോട്ടെ, അല്ല ഏതോ ആർഗ്യുമെന്റും എപ്പോഴും സ്മൃതി നമുക്ക് അനുഗുണമായി എടുത്തുപയോഗിക്കാൻ പറ്റുന്ന എടുത്തുപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഈ പറയുന്ന വലിയ രീതിയിൽ മുസ്ലിം വിഭാഗത്തിന് ഗുണം ചെയ്യാൻ പോകുന്നു എന്ന മട്ടിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ ഇതിനകത്ത് നിശ്ചയമായും ഒരു രാഷ്ട്രീയ നിഗൂഢമായ അജണ്ടയുണ്ട്. ആ അജണ്ടയെന്ന് ഞാൻ പറയുന്നത് വഖഫ് ബൈ യൂസർ എന്നുള്ളത് എടുത്തു കളഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ഏത് ഷൈൻസിന് മേലിലും ഒരു ക്ലെയിം വന്നാൽ അത് നിയമപരമായി പിടിച്ചെടുക്കാൻ പാകത്തിലേക്ക് ഈ കാര്യങ്ങളെ മാറ്റിയെടുക്കാനുള്ള അതിശക്തമായൊരു നീക്കമാണ് ഈ നടന്നിരിക്കുന്നത്. എല്ലാം നിയമവിധേയമാക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ രഹസ്യമായ അജണ്ട. കേരളത്തിൽ അവർ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് സംഘപരിവാർ സംഘടനകളിൽ നിന്നാണ്. അവർ ഏറ്റവും കൂടുതൽ പിന്നെ അവരുടെ പള്ളികൾ ഏറ്റവും കൂടുതൽ തകർക്കപ്പെട്ടിട്ടുള്ളതും സംഘപരിവാർ സംഘടനകളിൽ നിന്നാണ്. അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ അവരൊരു രാഷ്ട്രീയം കളിക്കുന്നത് ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ദേശീയ തലത്തിൽ അവരുണ്ടാക്കാൻ പോകുന്നത് ചെറുതായിട്ടുള്ള വലിയൊരു ഫോർവേഡ് പ്ലാനിംഗ് ഉണ്ട്. വളരെ ഫോർവേഡായിട്ട് കാര്യങ്ങൾ ആലോചിച്ച് പലതും പിടിച്ചെടുക്കാനുള്ള രഹസ്യമായ അജണ്ട ഈ പറയുന്ന വഖഫ് ബില്ലിൻ്റെ പിന്നിലുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. ഓക്കെ. Meet the editors.